നമ്മുടെ നാട്ടിൽ വേനൽക്കാലമൊക്കെ തുടങ്ങുമ്പോൾ ഒരു സംശയവും കൂടാതെ തണുപ്പ് ആസ്വദിക്കാനായി പോകാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഇടുക്കി ജില്ലയിലുണ്ട്. അതിലൊന്നാണ് നമ്മുടെ സ്വന്തം വാഗമൺ. കേരളത്തിന്റെ ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വാഗമൺ സീ ലെവലിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് വാഗമണിലെ എന്തൊക്കെ കാഴ്ചകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടുവരാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ആദ്യം തന്നെ നമുക്ക് വാഗമൺ മെഡോസിലേക്ക് പോവാം. വേനൽക്കാലത്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ രാവിലത്തെ വെയിലിന്റെ തീവ്രത കൂടുന്നതിന് മുമ്പ് തന്നെ മെഡോസിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങാം. പിന്നെ ഇടിമിന്നലോട് കൂടിയ മഴയുള്ള സമയങ്ങളിലും ടൂറിസ്റ്റുകളെ ഒന്നും ഇത്തരം പാർക്കുകളിലേക്ക് കടത്തിവിടില്ല. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുക ഇവിടുത്തെ പട്ടം പറപ്പിക്കുന്ന കാഴ്ചകളാണ്. തുടക്കത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ തിരക്ക് കൂടി തുടങ്ങി. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:45 വരെ ഇത് ഓപ്പൺ ആയിരിക്കും. 10 രൂപയൊക്കെയാണ് ഇവിടെ എൻട്രി ടിക്കറ്റായി വരുന്നത്. ചില സമയങ്ങളിൽ 25 രൂപയും കാണിക്കുന്നുണ്ട്. വാഗമണിന്റെ വളരെ യുണീക്കായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ മൊട്ടക്കുന്നുകൾ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഇത്തരം പുൽമേടുകൾ. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള പുൽമേടുകളും കാരണമാണ് വാഗമണിനെ പലരും കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്നത്. തങ്ങൾപ്പാറ, മുരുകൻമല, കുരിശുമല പോലെ 3 കുന്നുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് വാഗമൺ. പിന്നെ ഈ പുൽമേടുകളുടെയൊക്കെ മുകളിലെ ഭാഗങ്ങളിലൊക്കെ പുല്ലുകൾ മാറിപ്പോയിട്ട് അവിടെ മൊത്തം ചരലുകളും മണ്ണൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ലിപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പാരാഗ്ലൈഡിംഗ് പോലെയൊക്കെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. നാഷണൽ ജോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ 10 വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വാഗമൺ. വെയിലധികം ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല സുഖമാണ്. ഒരു കാലത്ത് ഈ വാഗമൺ എന്ന് പറയുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ആകെക്കൂടെ ഉണ്ടായിരുന്നത് ഇൻഡോ സ്വിസ് പ്രൊജക്ടിന്റെ കന്നുകാലി വളർത്തു കേന്ദ്രം മാത്രമായിരുന്നു. പിന്നെ പതുക്കെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടുമായി മാറി. ഓരോ മൊട്ടക്കുന്നുകളും കയറി ഇറങ്ങി നമുക്ക് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. വാഗമണിലെ തന്നെ നല്ല റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ട ആ ഏരിയയിൽ കണ്ടോ, ഇപ്പോൾ ഒരുപാട് തിരക്ക് വന്നിട്ടുണ്ട്. പട്ടം പറപ്പിക്കുന്ന ആൾക്കാരുടെ തിരക്കാണത്. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ പട്ടം പറപ്പിക്കുന്നത്. പരുന്തിൻ്റെയൊക്കെ ഷേപ്പിലുള്ള പട്ടങ്ങളായതുകൊണ്ട് തന്നെ ഒറിജിനൽ പക്ഷികൾ അവിടെ പറക്കുകയാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. വാഗമൺ മെഡോസിൽ നിന്ന് നമുക്ക് അടുത്തതായിട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് പോവാം. മൊട്ടക്കുന്നിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് പൈൻ ഫോറസ്റ്റിൽ എത്താൻ പറ്റും. വാഗമൺ സൈറ്റ് സീയിങ്ങിനായിട്ടുള്ള ജീപ്പ് സഫാരികൾക്കൊക്കെ നല്ല ചാർജാണ് ഇവർ വാങ്ങുന്നത്. ഈ പൈൻ ഫോറസ്റ്റും വാഗമൺ മെഡോസൊക്കെ റോഡ് സൈഡിൽ തന്നെയാണുള്ളത്. പക്ഷേ വാഗമണിലൂടെയുള്ള ബസ് സർവീസുകളുടെ ഫ്രീക്വൻസി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വാഗമൺ കാണാൻ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും ലാഭം. റോഡ് സൈഡിൽ നിന്ന് പൈൻ ഫോറസ്റ്റ് എത്തുന്നത് വരെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തി. ഇവിടെ 30 രൂപയാണ് എൻട്രി ഫീസായിട്ട് വരുന്നത്. വാഗമണിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ്. നല്ല ഉയരത്തിലേക്ക് നീണ്ടു നിവർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾ ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. മലയാളം സിനിമകളിലെ ഒരു ഫേവറേറ്റ് സ്പോട്ട് കൂടെയാണല്ലോ ഇവിടുത്തെ ഈ പൈൻ ഫോറസ്റ്റ്. ഇവിടെയും ഈ പൈൻ മരത്തിന്റെ ഇലകൾ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലിപ്പറിയാണ്. സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. കുറേ ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പൈൻ ഫോറസ്റ്റിന്റെ കാഴ്ച ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. കയറ്റവും ഇറക്കങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മൊട്ടക്കൊന്നും പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ടയേർഡായിട്ടുണ്ടാവും. വെള്ളവും സ്നാക്സൊക്കെ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ അടുത്തൊക്കെ ആയിട്ട് ചെറിയ കടകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ വലിയ റെസ്റ്റോറൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ പൈൻ ഫോറസ്റ്റും കണ്ടു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വാഗമൺ ടൗണിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം. പൈൻ ഫോറസ്റ്റിലൂടെ നമുക്കിങ്ങനെ കുറേ ദൂരം നടക്കാം. അതുപോലെ അവിടുത്തെ കാഴ്ചകളൊക്കെ സമാധാനത്തിൽ നിന്ന് ആസ്വദിക്കാം. പിന്നെ എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഫോട്ടോ പോയിന്റുകളാണ് ഇവിടെ. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ പൈൻ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചത്. 20 വർഷത്തിലൊരിക്കൽ വെട്ടിമാറ്റുന്ന ഈ മരത്തിന്റെ പൾപ്പ് ഉപയോഗിച്ചാണ് കറൻസി അച്ചടിക്കാനുള്ള പേപ്പർ നിർമ്മിക്കുന്നത്. ഏകദേശം 2000ന്റെ തുടക്കത്തിലൊക്കെ ആയിട്ടാണ് വാഗമണിനെ കേരള ടൂറിസത്തിന്റെ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തിയത്. അതിനുശേഷമാണ് വാഗമണിലേക്കുള്ള കണക്ടിവിറ്റി പോലും ഉണ്ടായത്. ഒരു ചെറിയ വെയിലിന്റെ അംശം പോലും ഭൂമിയിലേക്ക് പതിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. പൈൻ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് അടുത്തതായിട്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവാം. പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ആയിട്ടാണ് ഈ അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. പോകുന്ന വഴി അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നായിരുന്നു പോയത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഇൻഡോ സ്വിസ് പ്രൊജക്ടിന്റെ കന്നുകാലി വളർത്തു കേന്ദ്രം. ഇതിനടുത്തായിട്ട് തന്നെ വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കാർഷിക കോളേജൊക്കെ ഉണ്ട്.
പിന്നെ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. ഒരു കന്നുകാലി വളർത്തു കേന്ദ്രം ആണെങ്കിലും വേറെ ഏതോ ഒരു രാജ്യത്തെ സ്ഥലം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നടത്തം തുടങ്ങിയ സമയത്ത് തന്നെ ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ മഴച്ചാറ്റലും തുടങ്ങി. ഈ പൈൻ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ കുറച്ച് സമയം നടന്നാൽ തന്നെ ദൂരെയായിട്ട് നമുക്ക് അഡ്വഞ്ചർ പാർക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ നടന്നെത്താൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് കയറ്റമൊക്കെ കയറാനുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നു ഈ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയത്. പോകുന്ന വഴിയാണെങ്കിൽ മൊത്തം വിജനമായിട്ട് കിടക്കുകയായിരുന്നു. വാഗമൺ ടൗണിനോട് ചേർന്ന് കുറേ വീടുകളൊക്കെ കണ്ടെങ്കിലും ഈ പരിസരത്തൊന്നും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഗേറ്റ് കടന്നു. പക്ഷേ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പിന്നെയും കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. നല്ല വെയിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയേനെ. പക്ഷേ മഴക്കാറും ചെറിയ മഴച്ചാറ്റലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ട് തന്നെ നടന്നു. പക്ഷേ ഒരു പ്രശ്നമായി തോന്നിയത് ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഒരു അനക്കവും ഇല്ലാത്ത വിജനമായിട്ടുള്ള വഴിയായിരുന്നു. മൊട്ടക്കുന്നിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ് ഈ അഡ്വഞ്ചർ പാർക്ക്. പോകുന്ന വഴിക്ക് ഇതുപോലെ പശുക്കളൊക്കെ മേയുന്ന കാഴ്ചകൾ കാണാം. മഴയൊക്കെ പെയ്തതോടുകൂടി ഇവിടുത്തെ ടെമ്പറേച്ചർ കുറച്ചും കൂടെ ഡൗൺ ആയി നല്ല രസമുള്ള ഒരു ക്ലൈമറ്റിലേക്ക് മാറി. വരുന്ന വഴിയിലൊന്നും അധികം അനക്കമൊന്നും കണ്ടില്ലെങ്കിലും ഇവിടെ എത്തിയപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഫുള്ള് വാഹനങ്ങളായിരുന്നു. അഡ്വഞ്ചർ പാർക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പാർക്കാണിത്. രാത്രി 8 മണി വരെയൊക്കെ ഈ പാർക്ക് ഓപ്പൺ ആയിരിക്കും. ഇവിടുത്തെ ഗാർഡനൊക്കെ ലൈറ്റപ്പ് ചെയ്ത് രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും. വൈകുന്നേരം സമയത്താണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ് ഇട്ട കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ ഫ്ലവർ ഗാർഡനിലേക്കുള്ള എൻട്രി 25 to 30 റുപ്പീസൊക്കെയാണ് വരുന്നത്. പിന്നെ ഓരോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റും ചെയ്യേണ്ടതുണ്ട്. പാരാഗ്ലൈഡിങ് ചെയ്യാനൊക്കെ 4000-ഓളം രൂപയാണ് ഒരാൾക്കാവുന്നത്. വാഗമണ്ണിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ ജീപ്പ് സഫാരിക്കൊക്കെ കുറച്ചധികം പൈസ ആളുകളിൽ നിന്ന് വാങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫ്ലവർ ഗാർഡനിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടെങ്കിൽ പാർക്ക് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ഇവിടുത്തെ ക്ലൈമറ്റിൽ വളരുന്ന ചെടികളായതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയിൽ നല്ല കളർഫുള്ളായി ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ കാണാൻ പറ്റും. അങ്ങനെ നടന്ന് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള മൊട്ടക്കുന്നിലാണ് എത്തിച്ചേരുക. അവിടെ നമുക്ക് ചെറിയ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ നടന്ന് മുകളിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും മഴ കൂടി തുടങ്ങി. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും അഡ്വഞ്ചർ പാർക്കിൽ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. മഴ കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. എങ്കിലും അവിടെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു. ഈ പാർക്കിനകത്തെ കാഴ്ചകളും എല്ലാം കാണുമ്പോൾ ശരിക്കും ഇത് ഇന്ത്യക്ക് ഉള്ളിലുള്ളൊരു സ്ഥലമാണ്, നമ്മുടെ കേരളത്തിലുള്ളൊരു സ്ഥലമാണെന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. വേറെ ഏതോ ഒരു രാജ്യത്ത് പോയിട്ടുള്ള പ്രതീതിയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുക. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും സിപ്പ് ലൈനിങ്ങും റോക്ക് ക്ലൈമ്പിങ്ങും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആണെന്നുള്ള ഒരു ന്യൂസ് ഞങ്ങൾ കേട്ടിരുന്നു. മഴ ആയതുകൊണ്ട് അതൊന്ന് പോയി ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഈ മൊട്ടക്കുന്നിന് ഏറ്റവും മുകളിലായിട്ട് അവരൊരു വാച്ച് ടവർ പോലെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മഴ കൊള്ളാനും ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വാഗമണിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥലം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. പൈൻ ഫോറസ്റ്റിനോടൊക്കെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ അഡ്വഞ്ചർ പാർക്ക് ഉള്ളത്. വളരെ റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ നിൽക്കും തോറും മഴ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് 2-3 മണിക്കൂർ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വാഗമൺ ടൗണിലേക്ക് നേരെ പോവാം. അവസാനമായിട്ട് വാഗമൺ ടൗണിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമുള്ള വാഗമൺ ലേക്ക് കൂടെ വിസിറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ടീ എസ്റ്റേറ്റും ഒരു വീടും ആ വീടിന് മുന്നിലായിട്ട് ഒരു ലേക്കും പിന്നെ ആ ലേക്കിന് മുകളിലൂടെയുള്ള ഒരു പാലവും പിന്നെ ആ ലേക്കിലൂടെ ബോട്ടിങ്ങും അങ്ങനെ നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ആ പാലത്തിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ ബോട്ടിങ്ങിനും മാത്രം സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ടീ എസ്റ്റേറ്റിലൂടെയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നടക്കാവുന്നതാണ്. ടീ എസ്റ്റേറ്റിലൂടെ നടന്ന് നമ്മൾ നേരെ എത്തുന്നത് ഒരു വലിയ ആമ്പൽക്കുളത്തിന് മുന്നിലാണ്. വെയിലുള്ള സമയത്താണ് നമ്മളവിടെ എത്തുന്നത് എന്നുണ്ടെങ്കിൽ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. കുളത്തിന് തൊട്ടടുത്തായിട്ട് തകർന്നു കിടക്കുന്ന 2 വീടുകളും ഉണ്ട്.
അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് ഞങ്ങൾ വാഗമണ്ണിൽ വിസിറ്റ് ചെയ്തത്. ഇനിയും ഒരുപാട് അടിപൊളി സ്പോട്ടുകൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. വാഗമണ്ണിൽ പല ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ റേഞ്ചിലും അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു. നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിങ്ങൾ വാഗമൺ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്റ്റേ എന്ന് പറയുന്നത് വാഗമൺ ടൗണിൽ നിന്ന് ഒരുപാട് അകത്തേക്കായിട്ടാണ് ഉള്ളത്. ഒരു ഒറ്റപ്പെട്ട സ്ഥലവും മലമുകളിലുമായിട്ടാണ് ഈ സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ഇതാണ് ഹോട്ടൽ വാഗമൺ ഹിൽ ചിംസ്. അറൗണ്ട് 3000 റുപ്പീസാണ് ഒരു നൈറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത്. റൂമിനകത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഈ ബാൽക്കണിയിലാണ്. പിന്നെ ഒരു പ്രത്യേകത, നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൺറൈസും കാണാവുന്നതാണ്. സൂര്യൻ ഉദിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാൽക്കണിക്ക് താഴെയായിട്ട് 2 മാനുകൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ ഒരു ചെറിയ റൂം ടൂർ കാണാം. ഇതൊരു പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമുകളാണ് ഇവിടുത്തേത്. മാത്രമല്ല ഇവിടുത്തെ എല്ലാ റൂമുകളിൽ നിന്നും നമുക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതുവരെ വാഗമൺ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ വാഗമണ്ണിനോട് ബൈ ബൈ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള യാത്രകളും അനുഭവങ്ങളും കാണാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ സ്ഥലവും പുതിയ അനുഭവങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, കീപ് ട്രാവലിംഗ് ആൻഡ് കീപ് എക്സ്പ്ലോറിംഗ്.